വീണ്ടും സൈനിക ആക്രമണത്തിന് തയ്യാറായി ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൗരവമായി ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവസാന നിമിഷത്തിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയില്ലെങ്കിൽ യുഎസിന്റെ ഭാഗത്തു നിന്നും പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രമുഖ മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നത്. ഇറാൻ സംഘർഷത്തിന്റെ നിലവിലെ അവസ്ഥയും അടുത്തതായി സ്വീകരിക്കേണ്ട സൈനിക നടപടികളും അവലോകനം ചെയ്യുന്നതിനായി വെള്ളിയാഴ്ച രാവിലെ ട്രംപ് തന്റെ മുതിർന്ന ദേശീയ സുരക്ഷാ സംഘവുമായി വൈറ്റ് ഹൌസിൽ വെച്ചൊരു ഉയർന്ന തലത്തിലുള്ള അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, CIA ഡയറക്ടർ ജോൺ റാക്ലിഫ്, വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ ഈ സുപ്രധാന ചർച്ചകളിൽ പങ്കെടുത്തു. സമാധാന ചർച്ചകളുടെ നിലവിലെ പുരോഗതിയും ചർച്ചകൾ പരാജയപ്പെട്ടാലുള്ള സൈനിക തയ്യാറെടുപ്പുകളുമാണ് യോഗം പ്രധാനമായും വിലയിരുത്തിയത്. നിലവിലുള്ള സമാധാന ചർച്ചകൾ പൂർണ്ണമായി തകരുകയാണെങ്കിൽ നടപ്പിലാക്കേണ്ട നിരവധി സൈനിക തന്ത്രങ്ങളെക്കുറിച്ചും ബദൽ മാർഗങ്ങളെക്കുറിച്ചും യോഗത്തിൽ പ്രസിഡന്റിന് വിശദമായ ബ്രീഫിംഗ് നൽകിയതായി ചർച്ചകളുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതീവ നിർണായകമായ ഈ വൈറ്റ് ഹൌസ് യോഗത്തിന് പിന്നാലെ ട്രംപിന്റെ വരാനിരിക്കുന്ന വാരാന്ത്യ ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തിയത് നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവത്തെയും നയതന്ത്രപരമായ അടിയന്തരാവസ്ഥയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പശ്ചാത്തലത്തിൽ ഇപ്പോഴും സജീവമാണെങ്കിലും നിലവിലെ നയതന്ത്ര ചർച്ചകൾ അങ്ങേയറ്റം ദുർബലമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസാനവട്ട മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇപ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. ഈ സമാധാന ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഖത്തറിൽ നിന്നുള്ള ഒരു പ്രത്യേക നയതന്ത്ര പ്രതിനിധി സംഘവും ഇതോടൊപ്പം ഇറാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാന്റെ സുരക്ഷാ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡറുമായ ജനറൽ അഹമ്മദ് വാഹിദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി തർക്കങ്ങൾക്ക് എത്രയും വേഗം ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ കരുതുന്നത്. എന്നാൽ ഈ ചർച്ചകളിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണുള്ളത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ നിർദ്ദേശങ്ങളുടെ കരട് രേഖകൾ ദിവസേന കൈമാറുന്നുണ്ടെങ്കിലും കാതലായ വിഷയങ്ങളിൽ ഇനിയും വലിയ ഭിന്നതകൾ നിലനിൽക്കുന്നതിനാൽ പ്രായോഗികമായ പുരോഗതിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇറാനുമായുള്ള ഈ ചർച്ചകൾ അങ്ങേയറ്റം കഠിനവും വേദനാജനകവുമാണെന്നാണ് ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത്. സുപ്രധാനമായ മാറ്റങ്ങളോ പുരോഗതിയോ ഒന്നും സംഭവിക്കാതെ തന്നെ എല്ലാ ദിവസവും രേഖകൾ പരസ്പരം കൈമാറുന്ന പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ ചർച്ചകളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വലിയ സൈനിക നീക്കത്തിന് അമേരിക്ക മുതിരുമെന്നാണ് സൂചനകൾ. അതേസമയം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്ന അതീവ നിർണായകമായ സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അതടച്ചതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ വിറയലുണ്ടായി. ഇന്ധനവില കുതിച്ചുയർന്നു. ഓഹരി വിപണികൾ തകർച്ച നേരിട്ടു. യൂറോപ്പിൽ നിന്നും ഏഷ്യ വരെയുള്ള രാജ്യങ്ങൾ ഭീതിയിലായി. കാരണം പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം ഇനി പ്രാദേശിക പ്രശ്നമല്ല, അത് ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ആഗോള പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക സമാധാന ചർച്ചകൾ വെറും സമയം നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാവുകയാണോ എന്നതാണ്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതീവ ആശങ്കാജനകമാണ്. പ്രത്യേകിച്ചും ഡ്രോൺ യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാണ്. കുറഞ്ഞ ചിലവിൽ വൻ നാശം വിതയ്ക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സ്വോം അറ്റാക്ക് രീതിയിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.